ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈ ഈശോയുടെ നാമത്തിൽ നിനക്ക് ശാന്തിയും സമാധാനവും. ഈശോയുടെ കൂടെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ശിഷ്യന്മാർ പോലും ഈശോയോട് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന്. ഇന്നത്തെ ദിവസത്തിൽ നീ നിൻ്റെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഒന്ന് നോക്കണം. ഇത് നോക്കുവാനായിട്ട് പ്രേരകമായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുക ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരു ശതാധിപന് അദ്ദേഹത്തിൻ്റെ ഭൃത്യന് ഒരു വലിയ അസുഖം വന്നപ്പോൾ തീരെ വയ്യാത്തൊരവസ്ഥ. ചില യഹൂദ പ്രമാണികളെ ഈശോയുടെ അടുത്തേക്ക് വിടുകയാണ്, ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ശിഷ്യന്മാരൊക്കെ വക്കാലത്ത് പിടിക്കുകയാണ്, നീ ഇത് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, കാരണം അവൻ നമുക്ക് വേണ്ടി ഇതും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ശിഷ്യന്മാർ വക്കാലത്തും വരികയാണ്. അപ്പോൾ ഈശോ അവരുടെ കൂടെ പോവുകയാണ്. വീടെടുക്കാറായപ്പോഴത്തേക്കും ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ വിട്ടിട്ട് ഈശോയോട് പറയുകയാണ്. അത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക എങ്ങനെയാണ്? വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ശതാധിപൻ്റെ വീട്ടിലേക്ക് ഈശോ ചെല്ലുകയാണ്. അപ്പോൾ ശതാധിപൻ സ്നേഹിതരെ അയച്ചിട്ട് പറയാണ്, കർത്താവ്, നീ എൻ്റെ ഭവനത്തിലേക്ക് വരണ്ട, ഞാൻ നിന്നെ സമീപിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. നീ എന്തിന് ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരിക? നീ അവിടെ നിന്ന് തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, എൻ്റെ ഭൃത്യന് സുഖം കിട്ടിക്കൊള്ളൂ. എങ്ങനെ അത് പറയാൻ പറ്റുക? അവന് ആഴമേറിയ വിശ്വാസമാണ്. ക്രിസ്തു ഈശോ ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി, ഒന്ന് പറഞ്ഞാൽ മാത്രമേ എൻ്റെ ഭൃത്യന് സുഖം പ്രാപിക്കും. അതിനോട് ചേർത്ത് അവൻ പറയുക അധികാരത്തിന് ചില തലങ്ങളെക്കുറിച്ച്. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട വ്യക്തിയാണ്. ഞാൻ എൻ്റെ അധികാരത്തിൽ കീഴ്പ്പെട്ട ഒരു വ്യക്തിയോട് പറയുമ്പോൾ, കൽപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്നു. അതുപോലെ ഈശോ കൽപ്പിച്ചാൽ ആ നിമിഷം സൗഖ്യം കിട്ടും. ആഴമേറിയ വിശ്വാസം. പ്രിയ സഹോദര സഹോദരി, നീ നിൻ്റെ വിശ്വാസത്തെ അനുദിനം വർദ്ധിപ്പിക്കണം, പരിപോഷിപ്പിക്കണം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കരങ്ങളെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടയ്ക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ആഴമേറിയൊരു വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് ഈ വ്യക്തി അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥകളെ നേരിടേണ്ടി വന്നാലും നീ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം വഴി എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകും. ഈ ഒരു ബോധ്യം ഈ വ്യക്തിക്ക് നീ പ്രത്യേകമായിട്ട് നൽകണമേ. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവിധ നന്മകളും കൃപകളും ഈ വ്യക്തിയിലേക്ക് നിൻ്റെ നാമത്തിൽ ചൊരിയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ്